നമസ്കാരം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അവസരമൊരുക്കിയും രാജ്ഭവനെ RSS കാര്യാലയമാക്കിയും ഭരണഘടനയെ അവഗണിച്ചുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചും ഒക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നത്. ഗവർണർമാരെ ഉപയോഗിച്ച് NDA ഇതര സർക്കാരുകളെ ദ്രോഹിക്കുകയെന്ന കേന്ദ്ര BJP നയം തെരുവിലേക്ക് കൊണ്ടുവന്ന് സ്വയം പരിഹാസ്യനായ ഇതുപോലെ മറ്റൊരാളില്ല. സംസ്ഥാന വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ ഗവർണറെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച ചരിത്രവും അത്യപൂർവം. പല സന്ദർഭങ്ങളിലും ഗവർണർ സംരക്ഷിച്ചത് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ചവരെയാണ്. കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിലായിരുന്നു തുടക്കം. പിന്നീട് താൻ തന്നെ നിയമിച്ച VC-ക്കെതിരെയും ചാൻസലർ രംഗത്തെത്തി. ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയപ്പോൾ പല ആവർത്തി കോടതി ഇടപെട്ടു. 11 സർവകലാശാല VC-മാരെ പുറത്താക്കാനുള്ള നീക്കം പരാജയമായി. കേരള സർവകലാശാല VC VP മഹാദേവൻ പിള്ള വിരമിക്കാനിരിക്കെ സർവകലാശാല പ്രതിനിധി ഇല്ലാതെ VC നിയമന സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. അത് സെനറ്റ് അംഗങ്ങളുടെ അപ്പീലിൽ റദ്ദാക്കി. സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്ത ABVP-കാരെ വിദ്യാർത്ഥി പ്രതിനിധികളായി നിർദ്ദേശിച്ചതും കോടതി സ്റ്റേ ചെയ്തു. സാങ്കേതിക സർവകലാശാലയിൽ ചട്ടവിരുദ്ധമായി താൽക്കാലിക VC സ്ഥാനം സിസ തോമസ് നൽകിയത് ഹൈക്കോടതി എതിർത്തു. സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെയും സിൻഡിക്കേറ്റിന്റെയും തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത നടപടിയും റദ്ദാക്കി. മന്ത്രി KN ബാലഗോപാലിനെ നീക്കാൻ കത്തയച്ചതടക്കം ഗവർണർ പദവിക്ക് നാണക്കേടുണ്ടാക്കിയ പ്രഖ്യാപനങ്ങളാണ് 5 വർഷത്തിനിടെ അദ്ദേഹം നടത്തിയത്. ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചീഫ് സെക്രട്ടറിയും DGP-യും ഉടൻ രാജ്ഭവനിൽ എത്തണമെന്ന് തിട്ടൂരമിറക്കി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ കാരണം കൂടാതെ തടഞ്ഞു വെക്കുന്നതും ശീലമാക്കി. ഒടുവിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങി. നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തുന്നതിനും ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുന്നതിനും ഗവർണറെ കോടതി ചോദ്യം ചെയ്തു. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് പ്രമേയം പാസാക്കാനുള്ള തീരുമാനം തള്ളിയതുവഴി സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനം ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിനെതിരെയും രംഗത്ത് വന്നു. സർവകലാശാലയിൽ ചട്ടവിരുദ്ധമായി നിരന്തരമായി ഇടപെട്ട ചാൻസലർ പലയിടത്തും RSS-കാരെ നിയമിച്ചു. ഈ തീരുമാനങ്ങൾ കോടതികൾ തള്ളിയിട്ടും വഴിവിട്ട നടപടികൾ തുടർന്നു. കാവ്യവൽക്കരണ അജണ്ടകളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ നേരിടാൻ തെരുവിൽ കസേരയിട്ട് നാടകം കളിച്ചതും കേരളം കണ്ടു. ജമാന്മാരോടുള്ള കൂറ് തെളിയിക്കലാണ് ഇക്കാലം അത്രയും ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ആ കൂറിനുള്ള സമ്മാനമാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലേക്ക് പറിച്ചുനടൽ. സെനറ്റിലും സിൻഡിക്കേറ്റിലും ഇഷ്ടക്കാരായ RSS BJP പ്രവർത്തകരെ നിയമിച്ചു. ഒടുവിലത്തെ ഉദാഹരണമാണ് ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ പുനർനിയമനം.